അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ 6ാം ദിവസമാണ്. കരസേന ഏറ്റെടുത്തിരിക്കുകയാണ് തെരച്ചിൽ. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് രാത്രി നിർത്തിവച്ച തെരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കും. വിവരങ്ങളുമായി സിജു കണ്ണൻ അങ്കോളയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സിജു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി വാർത്തകൾ തത്സമയം നൽകിക്കൊണ്ട് ഈ ദുരന്തഭൂമിയിൽ ഉണ്ടായിരുന്നു നമ്മളോടൊപ്പം. സിജു, ഇന്ന് തെരച്ചിൽ തുടങ്ങിയോ? 6ാം ദിവസമാണ് നമ്മൾ അർജുന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇന്ന് കരസേന തെരച്ചിലിന് നേതൃത്വം നൽകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രതികൂല കാലാവസ്ഥയായിരുന്നു, രാത്രി മഴയുണ്ടായിരുന്നു. ഇന്നത്തെ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ കാലാവസ്ഥ? മനു, തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്. മഴക്കാർ ഉണ്ടെങ്കിലും മഴ പെയ്യുന്ന ഒരു സാഹചര്യമില്ല. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തെരച്ചിലിന് സൈന്യത്തിന്റെ സഹായം തേടും എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഗതാഗത വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പിന് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പ്രദേശത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെ രാത്രിയാണ് കർണാടക സർക്കാർ ഔദ്യോഗികമായി സൈന്യത്തിന്റെ സേവനം തേടുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്തത്. ഇന്നലെ രാത്രി തന്നെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ബൽഗാവിൽ നിന്നുള്ള കരസേനയുടെ സേവനമാകും തേടുക എന്നാണ് മനസ്സിലാക്കുന്നത്. 40ഓളം വരുന്ന കരസേനാ സംഘം ഇന്ന് തന്നെ ഇവിടെ എത്തുമെന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത്. കൃത്യമായി കർണാടക സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി തന്നെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു സൈന്യം ഈ പരിശോധനയ്ക്കായി സൈന്യം എത്തുക എന്നുള്ളത്. ആ ആവശ്യമാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. 6ാം ദിവസത്തിലേക്ക് കിടക്കുമ്പോഴാണ് സൈന്യത്തിന്റെ ഒരു സേവനം ഇവിടെ ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് പരിശോധന അല്പസമയത്തിനകം തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഈ പ്രദേശത്ത് നടന്നിരുന്നത്. ഇന്ന് ISROയുടെ ഒരു സഹായം തേടുമെന്ന സ്ഥിരീകരിക്കാത്ത ഒരു വാർത്തയുണ്ട്. അത്തരമൊരു സഹായം കൂടി ആവശ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇന്നലെ വൈകുന്നേരം വളരെ പ്രധാനപ്പെട്ട ചില സിഗ്നലുകൾ ലഭിച്ചു. ഏതാണ്ട് 9 അടിക്ക് താഴെ ലോഹഭാഗം എന്ന് സംശയിക്കുന്ന ഒരു സിഗ്നലാണ് ലഭിച്ചത്. ഈ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ലോറിയുടേതെന്ന് ഏതാണ്ട് 70% ഉറപ്പിക്കാമെന്നാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. കൃത്യം സ്ഥിരീകരിച്ച ഒരു വിവരം രാത്രിയിൽ ലഭിച്ചിട്ടില്ല. ഏതായാലും പ്രതീക്ഷ നൽകുന്ന ഒരു വിവരമാണ് ഇന്നലെ രാത്രി ലഭിച്ചത്. 70% ലോഹഭാഗം എന്ന് ഉറപ്പിക്കുന്ന ഒരു സിഗ്നൽ അവിടെ നിന്ന് ലഭിച്ചു. ആ കേന്ദ്രത്തിലേക്കാണ്, ആ ഭാഗത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഒരു മാപ്പ് രൂപത്തിൽ ആ ഭാഗത്ത് ചിത്രീകരിച്ചുകൊണ്ട് കറക്റ്റ് മാർക്ക് ചെയ്തുകൊണ്ട് ആ ഭാഗത്തേക്ക് പരിശോധന കൂടുതൽ കേന്ദ്രീകരിക്കുകയായിരുന്നു. ആദ്യം രാവിലെ ഒരു ക്രെയിനും ഒരു മണ്ണുമാന്തി യന്ത്രവുമായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നതെങ്കിൽ പിന്നീട് വൈകുന്നേരത്തോടു കൂടി ഈ സിഗ്നൽ കുറച്ചുകൂടി വ്യക്തത വരുന്ന സാഹചര്യത്തിൽ ഈ ഭാഗത്ത് പിന്നീട് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പരിശോധന ഇപ്പോൾ ഈ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ച് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കും. അതോടൊപ്പം തന്നെ കരസേന കൂടി എത്തുന്നതോടുകൂടി വളരെ പെട്ടെന്ന് ഈ തിരച്ചിൽ നടത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് നിലവിൽ നിലനിൽക്കുന്നത്. മനു.